കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന ശസ്ത്രക്രിയാ പിഴവിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മ. പരാതിയുമായി മുന്നോട്ടു പോകും. തന്റെ കുഞ്ഞിന്റെ നാവിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്ന് പെൺകുട്ടിയുടെ അമ്മ ജനം ടിവിയോട് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രധാനമായും വിഷയ സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഡോക്ടർക്ക് വീഴ്ച പറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും പെൺകുട്ടിയുടെ നാവിനടിയിൽ ഇത്തരത്തിലൊരു കെട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് തികച്ചും ഡോക്ടറെ സഹായിക്കുവാനുള്ള ഒരു നടപടിയായാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും മുൻപൊന്നും തന്നെ കുട്ടിക്ക് ഇത്തരത്തിലൊരു സംസാര വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നീട് സംസാരവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലൊരു ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ അതായത് പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ആ റെസീഡിൽ കാണില്ലേ എവിടെയാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് അത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തിയതെന്നുമാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടാവരുതെന്നൊരു കാര്യമാണ് ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. നീതി കിട്ടും വരെ കേസുമായി മുന്നോട്ട് പോകും. ഈ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പ്രധാനമായും ഈ മെഡിക്കൽ രംഗത്തുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനകളടക്കം ഈ ഡോക്ടറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായി മാതാവ് മറുപടി പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള സംരക്ഷണത്തിന് പിന്നിൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാതിരിക്കുവാനുള്ള നടപടിയാണ് ഇവരൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷേ നീതിക്ക് വേണ്ടി തങ്ങൾ ഏതറ്റവും വരെയും പോരാടും. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടാവരുത്. കുട്ടിയുടെ ഭാവിയിൽ കുട്ടിക്ക് സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ഭയം തങ്ങൾക്കുണ്ടെന്ന കാര്യമാണ് ഈ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ദിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.